ഹലോ, കുറച്ച് ദിവസം മുന്നേ ഞാൻ ഈ ഒരു മിനി വ്ലോഗ് ഇട്ട സമയത്ത് കുറച്ച് പേരൊക്കെ ഇത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മളെ ഫറോക്ക് പാലത്തിൻ്റെ താഴെയുള്ള റിവർ വേൾഡിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഈവനിങ് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. വെക്കേഷനൊക്കെ തീരുന്നതിന് മുന്നേ ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഓരോരോ റൈഡ്സിനും ഓരോ റേറ്റാണ്. ഞങ്ങൾ 4 റൈഡ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. കേശുക്ക് ഈ ഒരു ഇൻഫ്ലേറ്റഡ് ബലൂൺസിൻ്റെ ഈ ഒരു കാസിൽ പോലത്തെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ചാടി കളിക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അവൾ അതിലേക്കാണ് പോയിട്ടുള്ളത്. ഇതുപോലെ കുട്ടികൾക്കുള്ള റൈഡ്സ് മാത്രമല്ല കേട്ടോ, ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ കേബിൾ കാർ ഉണ്ട്, പിന്നെ ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ്, കയാക്കിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു സംഭവം കൂടി ഇവിടെ ഉണ്ട്, സ്കൈ ഡൈനിങ്. ഞങ്ങൾ പോയ സമയത്ത് അത് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അവിടെ ഓപ്പൺ ആണ് കേട്ടോ. ഒരു തെങ്ങിനേക്കാളും മേലെ ഉയരത്തിലിരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഉയരം പേടിയുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ല, അവിടെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു കൂൾ ബാർ പോലത്തെ സംഭവം കൊണ്ട്, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹോട്ടലും കഫേ ഒക്കെ ഉള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് വെള്ളം കുടിക്കാമെന്ന് കരുതി കയറിയതാണ്. അപ്പോൾ അവിടെ ഭയങ്കര ഒരുപാട് വെറൈറ്റി കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മളൊന്ന് ട്രൈ ആക്കി നോക്കിയത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞത് ചിക്കൻ പുല്ലുമിഠായോ അങ്ങനെ എന്തോ ആണ്, ഞാൻ പേര് മറന്നുപോയി കേട്ടോ. നമ്മളെ ചിക്കൻ സ്ക്യൂറിൻ്റെ വേറെ ഒരു വെറൈറ്റി സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച് കഴിയാനായപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും വെറൈറ്റീസ് അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചെറിയ റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള 3 റൈഡ്സും കൂടി കയറാനുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ കരുതി കേട്ടോ. ഫറോക്ക് പാലത്തിനടുത്തുള്ള PWD റെസ്റ്റ് ഹൗസിൻ്റെ ബാക്കിലാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഞങ്ങളും വഴി തെറ്റി ആദ്യം റെസ്റ്റ് ഹൗസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്, പിന്നെ തിരിച്ച് ബാക്കിലേക്ക് തന്നെ പോയി. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 7 മണി 7 ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ആ ഒരു PWD റെസ്റ്റ് ഹൗസിലെ ഹോട്ടലിൽ കയറിയതാട്ടോ. പക്ഷേ ഫുഡ് അത്ര പോരാ, ഒരു ആവറേജ് ടേസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങി അന്നത്തെ ദിവസം നന്നായിട്ട് സ്പെൻഡ് ആക്കി കേട്ടോ. ഇതുപോലെ വെക്കേഷൻ തീരുന്നതിന് മുന്നേ കുട്ടികളായിട്ട് എവിടെയും പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ബൈ.